നമസ്കാരം. ഗൾഫ് വാർത്തകൾ. ദുബായ് അൽ ബർഷയിലെ തിരക്കേറിയ മേഖലയിൽ വൻ തീപിടുത്തമുണ്ടായി. മാൾ ഓഫ് ദി എമിറേറ്റ്സിന് സമീപമുള്ള ഉയരം കൂടിയ കെട്ടിടത്തിലാണ് ഉച്ചയ്ക്ക് 2ഓടെ തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേനാംഗങ്ങൾ കൃത്യസമയത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. പ്രശസ്ത ആശുപത്രികളും മെഡിക്കൽ സ്ഥാപനങ്ങളും പങ്കെടുക്കുന്ന ഒമാൻ രാജ്യാന്തര ആരോഗ്യ പ്രദർശനവും സമ്മേളനവും ആരംഭിച്ചു. ഒമാനിൽ പ്രവാസി തൊഴിലാളികളുടെ പാസ്പോർട്ട് തൊഴിലുടമ കൈവശം വയ്ക്കുന്നതിന് സമ്മതം വേണമെന്ന് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ്. ലൈസൻസ് ഇല്ലാതെ സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി ഒമാൻ തൊഴിൽ മന്ത്രാലയം. യുഎഇയിൽ വേനൽക്കാലത്തിന് ഔദ്യോഗികമായി വിരാമം. ഇന്ന് വന്നിരിക്കുന്ന ശരത്കാല വിഷുവോടെ യുഎഇയുടെ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം വരും. പകലും രാത്രിയും ഏതാണ്ട് തുല്യമായി ഏകദേശം 12 മണിക്കൂർ വീതമെത്തും. വാക്കുതർക്കത്തിനിടെ കല്ലുകൊണ്ട് ഇടിച്ചും തൊഴിച്ചും വയോധികനെ കൊലപ്പെടുത്തി സൗദിയിലേക്ക് മുങ്ങിയ പ്രതിയെ 31 വർഷത്തിനു ശേഷം പോലീസ് പിടികൂടിയിരിക്കുന്നു. ചെറിയനാട് അരിയന്നൂർ സ്വദേശിയായ കുട്ടപ്പണിക്കരെയാണ് കൊലപ്പെടുത്തിയത്. പ്രതിയായ ജയപ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുവൈറ്റിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തോടു കൂടിയ പുതിയ ഹൈടെക് സുരക്ഷാ പെട്രോൾ വാഹനങ്ങൾ പുറത്തിറക്കി. ലുസൈൽ ബോളേവാർഡ് സ്ട്രീറ്റ് വീണ്ടും തുറന്നതായി ലുസൈൽ സിറ്റി അറിയിച്ചു. ഖത്തറിലെ പ്രധാന സന്ദർശക ഇടങ്ങളിലൊന്നായ ലുസൈൽ ബോളേവാർഡ് ഓഗസ്റ്റ് 9 മുതലായിരുന്നു അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരുന്നത്.